അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ചുറ്റുമുള്ള ലോകം ഇന്ന് തിടുക്കത്തിലാണ്. എല്ലാവർക്കും എവിടെയോ എത്തണം, എന്തൊക്കെയോ നേടണം. ഇതിനിടയിൽ നാം ശ്വാസം മുട്ടുകയാണ്. ജോലിസ്ഥലത്തെ സമ്മർദ്ദം, സാമ്പത്തിക പരാധീനതകൾ, തകരുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അനുഭവിക്കുന്ന ഒരു മടുപ്പ്, താൽപ്പര്യമില്ലാത്ത ജോലിയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. ഞാൻ ഇതൊന്നുമല്ല അർഹിക്കുന്നത്, ഇതിലും നല്ലൊരിടത്താണ് ഞാൻ എത്തേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് നാം വിതുമ്പാറുണ്ട്. ജീവിതം ഒരു മരുഭൂമി പോലെ വല്ലാതെ പൊള്ളുന്നുണ്ടോ? ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും പരാജയങ്ങൾ മാത്രം ബാക്കിയാവുകയും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നി ഒറ്റപ്പെടുകയും ചെയ്യുന്ന നിമിഷങ്ങളാണോ ഇത്? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെയെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൽ തളച്ചിടപ്പെട്ട ഒരു വിത്ത് മുളച്ചു വരുന്നത് മുകളിലുള്ള മണ്ണിൻ്റെ സമ്മർദ്ദം സഹിക്കുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കല്ലും മുള്ളും നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കരുത്തനാക്കാൻ അല്ലാഹു ഒരുക്കിയ പാഠങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമോ? ജീവിതമെന്ന ഈ മഹാപാഠശാലയിൽ നിങ്ങൾ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത്, അത് കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. തോറ്റുപോയി എന്ന് വിചാരിക്കുന്നവർക്കും സമാധാനം നഷ്ടപ്പെട്ടവർക്കും വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറ്റാൻ സഹായിക്കുന്ന ചില തിരിച്ചറിവുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സങ്കടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഈ സങ്കടങ്ങൾക്ക് പിന്നിലെ ദിവ്യമായ രഹസ്യത്തെക്കുറിച്ചാണ്. ജീവിതമെന്നത് സുഖിക്കാനുള്ള ഒരു പാർക്കല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ മിനുക്കിയെടുക്കാനുള്ള ഒരു പാഠശാലയാണ്. ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സമ്മർദ്ദവും അല്ലാഹുവിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നാം പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ഗതികേട് കൊണ്ടാണ് നാം ഈ കസേരയിലിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഓർക്കുക, ലോകം മുഴുവൻ ഒരുമിച്ചാലും അല്ലാഹു നിശ്ചയിച്ച ഒരിടത്ത് നിന്നല്ലാതെ നിങ്ങളെ മാറ്റാനോ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരിടത്ത് നിങ്ങളെ എത്തിക്കാനോ കഴിയില്ല. ഒരു ചെടിയെ നോക്കൂ. ചില ചെടികൾക്ക് വളരാൻ നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. എന്നാൽ ചില ഔഷധ ചെടികൾ കല്ലും മുള്ളുമുള്ള മലനിരകളിലാണ് ഏറ്റവും ഗുണമേന്മയോടെ വളരുന്നത്. അതുപോലെ നിങ്ങളുടെ ആത്മാവ് വളരാൻ ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ആവശ്യമായിരിക്കും. മൗലാന റൂമി പറഞ്ഞ മനോഹരമായ ഒരു വരിയുണ്ട്: നിങ്ങളുടെ ആത്മാവ് വളരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മണ്ണിലല്ല, മറിച്ച് അല്ലാഹു നിങ്ങളെ നട്ടുവളർത്തുന്ന മണ്ണിലാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം, അവിടുത്തെ കഠിനമായ സാഹചര്യങ്ങൾ, ഇതൊന്നും യാദൃഷ്ടികമല്ല. നിങ്ങളുടെ ഹൃദയത്തിന് ആവശ്യമുള്ള ഏതോ ഒരു പാഠം അവിടെയുണ്ട്. ആ പാലത്തിലൂടെ നടക്കാതെ നിങ്ങൾക്ക് അക്കരെ എത്താൻ കഴിയില്ല. ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ്: ഞാനിപ്പോഴെവിടെയാണോ ഉള്ളത്, അത് റബ്ബിൻ്റെ കൃത്യമായ തിരഞ്ഞെടുപ്പാണ്. അനീതി കാണിക്കുന്നവർ നിങ്ങളുടെ പ്രതിഫലം എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ നിന്ന് ഒന്നും അവർ തട്ടിയെടുക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾ എടുത്തേക്കാം. ആരെങ്കിലും നിങ്ങൾക്കെതിരെ നുണകൾ പ്രചരിപ്പിച്ചേക്കാം. നിങ്ങളൊരു വലിയ കെട്ടിടം പണിയാൻ കല്ല് ചുമക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. വൈകുന്നേരം കൂലി തരുമ്പോൾ മുതലാളി അത് മറ്റൊരാൾക്ക് നൽകിയാൽ നിങ്ങൾക്ക് സങ്കടം വരും. എന്നാൽ യഥാർത്ഥ മുതലാളിയായ അല്ലാഹു ആ കൂലി ഇരട്ടിയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നറിഞ്ഞാലോ? മഹാനായ റൂമി പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി എഴുതി വച്ചത് തട്ടിയെടുക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിലൂടെ അവർക്കൊരു ഗുണവും ലഭിക്കില്ല. കാരണം അല്ലാഹു അവരുടെ പ്രതിഫലം നിങ്ങളിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ നേരിടുന്ന ഓരോ അനീതിയും നിങ്ങളുടെ നന്മയുടെ തുലാസിലേക്കുള്ള ഒരു നിക്ഷേപമായി മാറുന്നു. ഓരോ അവഹേളനവും ശുദ്ധീകരണവും, ഓരോ വഞ്ചനയും പദവി ഉയർത്തലുമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നവർ അറിയാതെ തന്നെ നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. ചിലപ്പോൾ അല്ലാഹു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുന്നത് അവർ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വാതിലായതുകൊണ്ടാണ്. ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെ സങ്കല്പിക്കുക. ശാഠ്യം പിടിക്കുന്ന, ദേഷ്യപ്പെടുന്ന ഒരു രോഗിയെ അവർ ക്ഷമയോടെ ശുശ്രൂഷിക്കുമ്പോൾ ആ രോഗിയല്ല അവർക്ക് പ്രതിഫലം നൽകുന്നത്, മറിച്ച് അവരുടെ സേവനം കാണുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻ്റാണ്. അതുപോലെ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന വ്യക്തി നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുപ്പിക്കുന്ന ആ വ്യക്തിയാകാം നിങ്ങൾ ശീലിക്കുന്ന സബർ കാരണം നിങ്ങൾക്ക് സ്വർഗം നേടിത്തരുന്നത്. റൂമി പഠിപ്പിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്ന ഒരാൾ എനിക്കെങ്ങനെ ഗുണകരമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് അല്ലാഹു കാണുന്നു. അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ഈഗോയെ അഭിമുഖീകരിക്കാനും പ്രതിരോധ ശേഷി വളർത്താനും ആത്മീയമായി ഉയരാനും സഹായിക്കുന്നു. പാഠം പഠിച്ചു കഴിഞ്ഞ ഉടനെ അല്ലാഹു നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ മാറ്റും. ഒരു ലക്ഷ്യവുമില്ലാതെ അല്ലാഹു ആരെയും നിങ്ങൾക്കടുത്ത് നിർത്തില്ല. നമ്മളൊരു ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ ഇൻവിജിലേറ്റർ വന്ന് നിൽക്കുന്നത് നമ്മെ ഉപദ്രവിക്കാനല്ല, മറിച്ച് ആ പരീക്ഷ കൃത്യമായി പൂർത്തിയാക്കാനാണ്. പരീക്ഷ കഴിയുന്നതോടെ ആ ഇൻവിജിലേറ്റർ അവിടെ നിന്ന് പോകും.
അതുപോലെ നിങ്ങളുടെ പരീക്ഷണത്തിൽ ആ വ്യക്തിയുടെ പങ്ക് പൂർത്തിയായെങ്കിൽ അള്ളാഹു അവരെ അനായാസം നീക്കം ചെയ്യും. അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കാം, അവർ ജോലി രാജിവെക്കാം. ഓരോ വ്യക്തിയിലും ഓരോ അടയാളമുണ്ട്. ഓരോ അടയാളവും നിങ്ങളെ അള്ളാഹുവിലേക്ക് നയിക്കുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ ജോലി സ്ഥലം പവിത്രമായി മാറും. ഓരോ കൂടിച്ചർച്ചയും തർക്കവും പ്രയാസവും അള്ളാഹുവിൽ നിന്നുള്ള പാഠങ്ങളാണ്. ഓരോ വ്യക്തിയെയും അള്ളാഹു അയച്ച അധ്യാപകനായി കാണുമ്പോൾ നിങ്ങളുടെ നിരാശ ഉൾക്കാഴ്ചയായും കോപം ആത്മപരിശോധനയായും മാറും. ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യം, നിങ്ങളുടെ ജോലി നിങ്ങളുടെ അന്നദാതാവല്ല. സകല ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്ന നമ്മുടെ റസാഖ് അള്ളാഹു മാത്രമാണ്. ഉദാഹരണം, ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ ടാപ്പാണ് വെള്ളം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നില്ല. ടാപ്പ് എന്നത് ഒരു വഴി മാത്രമാണ്. ടാപ്പ് കേടായാലും ടാങ്കിൽ വെള്ളമുണ്ടെങ്കിൽ അത് മറ്റൊരു വഴിയിലൂടെ നമുക്ക് ലഭിക്കും. ഇതുപോലെ ജോലി എന്ന ടാപ്പ് അടഞ്ഞാൽ അള്ളാഹു മറ്റൊരു ടാപ്പ് തുറന്നു തരും. നിങ്ങളുടെ തൊഴിലുടമ എന്നത് ഒരു വാതിൽ മാത്രമാണ്. ഒരു വഴി വറ്റിയാൽ പാറയിൽ നിന്ന് പോലും അവൻ വെള്ളം എത്തിക്കും. നിങ്ങളുടെ ഹൃദയത്തെ ജോലിയുമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉത്കണ്ഠയിൽ ജീവിക്കും. എന്നാൽ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുമ്പോൾ ആത്മാവ് ശാന്തമാകും. റിസ്ക് എന്നാൽ പണം മാത്രമല്ല, അത് സമാധാനമാണ്, ആരോഗ്യമാണ്, നല്ല മനുഷ്യരാണ്. നിങ്ങൾ പ്രയാസമെന്ന് വിളിക്കുന്നതിനെ അള്ളാഹു മാർഗനിർദ്ദേശമെന്ന് വിളിക്കുന്നു. അള്ളാഹു തൻ്റെ സ്നേഹത്തെ ചിലപ്പോൾ കഷ്ടപ്പാടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കും. ഒരു ഉമ്മ കുട്ടിക്ക് കയ്പുള്ള മരുന്ന് നൽകുന്നത് കുഞ്ഞിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ആ കുഞ്ഞിൻ്റെ അസുഖം മാറാനാണ്. ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങൾ നമ്മുടെ ആത്മീയ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷാ പേപ്പർ കടുപ്പമേറിയതാകുന്നത് നിങ്ങളെ പരാജയപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കാനാണ്. പരാതി പറയുന്ന ശീലം മാറ്റി ഓരോ ബുദ്ധിമുട്ടിനെയും ഒരു പാഠമായി കാണുക. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയമാണ് മാറേണ്ടത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ശ്വാസം മുട്ടൽ വലിയൊരു മാറ്റത്തിന് മുന്നോടിയായി അള്ളാഹു നൽകുന്ന പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ഓർക്കുക, വജ്രം രൂപപ്പെടുന്നത് കഠിനമായ സമ്മർദ്ദത്തിലാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളെ തേച്ചു മിനുക്കാനുള്ളതാണ്. അതുകൊണ്ട് പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ, പൂർണ്ണമായ അർപ്പണബോധത്തോടെ, തവക്കുലോടെ മുന്നോട്ട് നീങ്ങുക. ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതം തീർച്ചയായുമുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ജീവിതത്തിൽ തളർന്നുപോയ ഒരാൾക്ക് ഈ വാക്കുകൾ ഒരു പുതിയ പ്രതീക്ഷയായേക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹൃദയസ്പർശിയായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.